بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽ ഒന്ന്, മാത്രമല്ല ഏറ്റവും പ്രാധാന്യമുള്ള സൂറത്തുകളിൽ ഒന്നുകൂടിയായ സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ലഭിക്കുന്ന 19 നേട്ടമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ധാരാളം നേട്ടങ്ങൾ ഉണ്ട്, അതിൽ 19 നേട്ടം മാത്രമേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ ആമുഖങ്ങളിലേക്കൊന്നും പോവാതെ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ വിഷയം, ഒന്നാമത്തെ നേട്ടം, അത് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 എന്നാണ്. 1/3. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, ഓ സഹാബത്തെ, ദിവസം ഖുർആനിൻ്റെ 1/3 കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ? സഹാബത്ത് ചോദിച്ചു, എങ്ങനെ നബിയെ 1/3 ഞങ്ങൾക്ക് നിത്യമായി ഓതാൻ കഴിയാം? ഏതെങ്കിലും ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ഖുർആൻ്റെ 1/3 എന്ന് പറയുന്നത് 10 ജുസൊക്കെ നമുക്ക് ഓതാമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ നിത്യമായി എങ്ങനെയാണ് ഓതാൻ കഴിയുക? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഖുൽ ഹുവല്ലാഹു അറിയില്ലേ? സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾക്കറിയില്ലേ? സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പരിശുദ്ധ ഖുർആനിൻ്റെ 1/3. അപ്പോൾ ഒരു ദിവസം 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പരിശുദ്ധ ഖുർആൻ ഒരു ഖത്ം തീർത്ത കൂലി കിട്ടും. അതിൻ്റെ പ്രതിഫലം അങ്ങനെയാണ്. ഒരാൾ ഒരു ഖത്ം നേർച്ചയാക്കിയ ഒരാളുണ്ടെങ്കിൽ അയാൾ 3 ഇഖ്ലാസ് സൂറത്ത് ഓതണം എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു ഖത്ം തീർത്താൻ ലഭിക്കുന്ന അത്രയും സമാനമായ കൂലി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ അല്ലാഹു തആല തരും എന്നാണ്. ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ കൂലി വേറെ തന്നെയാണ്, അത് മറ്റൊരു ഭാഗമാണ്. എല്ലാ ദിവസവും സൂറത്ത് ഇഖ്ലാസ് ഇങ്ങനെ ഓതി പരിശുദ്ധ ഖുർആനും മറ്റു സൂറത്തുകൾ ഓതാതിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രയും പ്രതിഫലം അറിയിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്. അതാണ് ഒന്നാമത്തെ നേട്ടം. ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണെങ്കിൽ ലഭിക്കുന്ന രണ്ടാമത്തെ നേട്ടം, 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും എന്നാണ്. സൂറത്ത് ഇഖ്ലാസ് ഓതിയാൽ 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. വലിയ നേട്ടം തന്നെയല്ലേ? ഒരു മനുഷ്യന് ആകെ ഉണ്ടാവുക ഒരു 70 വർഷ വയസ്സ് വരെ, അല്ലെങ്കിൽ 60, 65, 70ൻ്റെ ഇടയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏകദേശം നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള പ്രായമുള്ളത് ഒരു 45-50 വർഷം തന്നെയാണ്. കുറേ കാലം കുട്ടിക്കാലമായിപ്പോയി, കുറേ പ്രായം എത്തി, അങ്ങനെയും പോയി. ബാക്കിയുള്ള ഏകദേശം ഒരു 50 വർഷം നല്ലോണം ജീവിക്കാൻ കഴിയുള്ളൂ. ആ സമയത്താണ് കൂടുതൽ തെറ്റുകൾ ഉള്ളതും. എന്നാൽ ഈ തെറ്റുകൾ മുഴുവനും അല്ലാഹു തആല പുറത്തു തരും. നിത്യമായി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം എന്നതാണ്. അതാണ് രണ്ടാമത്തെ നേട്ടം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്, സൂറത്തുൽ ഇഖ്ലാസ് നിത്യമായ മനുഷ്യന് സ്വർഗത്തിൽ കടക്കാൻ അവസരം ലഭിക്കും. നിത്യമായി സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ അവന് സ്വർഗപ്രവേശനത്തിനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്, അതിനുള്ള അവസരം ലഭിക്കും. അള്ളാഹുവിൽ നല്ലപോലെ തവക്കുൽ ചെയ്തുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ആത്മാർത്ഥതയോടുകൂടി അതിനർത്ഥം കഴിവിൻ്റെ പരമാവധി ചിന്തിച്ച് ഒരു മനുഷ്യൻ ഓതിയാൽ അവന് സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം ലഭിക്കും. ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ കടക്കണം എന്ന് തന്നെയാണ്. ആ ഒരു അവസരമാണ് സൂറത്തുൽ ഇഖ്ലാസോടെ അല്ലാഹു തആല നമുക്ക് നേടിത്തരുന്നത്. അത് മൂന്നാമത്തെ നേട്ടം. നാലാമത്തെ നേട്ടം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം കൈവരിക്കാൻ കഴിയും. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനെ അല്ലാഹു തആല വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടും എന്നാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവന് പരാജയം ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി സൂറത്തുൽ ഇഖ്ലാസ് നിത്യമായി പാരായണം ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. അഞ്ചാമത്തെ നേട്ടം ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അഞ്ചാമത്തെ നേട്ടം എന്ന് പറയുന്നത്, സൂറത്തുൽ ഇഖ്ലാസ് ഓതി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. നിത്യമായി സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഏതൊരു പ്രാർത്ഥനാ സദസ്സ്, ഏതൊരു ദുആ സദസ്സിൽ ചെന്നാലും ദുആക്ക് മുമ്പ് ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈനൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യുക. അതതിൻ്റെ കടമയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മര്യാദയാണ്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻ്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും. ആറാമത്തെ പ്രത്യേകത, ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നാണ്. സ്ഥിരമായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന വ്യക്തിക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല.
ഏഴാമത്തെ പ്രത്യേകത, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ധാരാളം മനുഷ്യരേതായിരുന്നാലും ഉണ്ടാവുമല്ലോ. നല്ല വ്യക്തിത്വമാണെങ്കിൽ ധാരാളം മനുഷ്യരുണ്ടാവും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി അള്ളാഹുവിൻ്റെ മലക്കുകൾ അവൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കുകൊള്ളും. സ്ഥിരമായ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അവൻ മരിച്ചു കഴിഞ്ഞാൽ ധാരാളമായി മലക്കുകൾ വരും. ആ മലക്കുകളൊക്കെ അവന് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കലാണല്ലോ. ആ പ്രാർത്ഥന അവന് ലഭിക്കും. 8, ഖബറിൽ ഏതൊരു മനുഷ്യനെ വെക്കപ്പെട്ടാലും നല്ല ഒരു പിടുത്തം ഖബർ പിടിക്കും. 2 വാരിയലുകൾ കോർക്കുന്ന രൂപത്തിലാണ് പിടുത്തമുണ്ടാവുക. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന വ്യക്തിക്ക് ആ പിടുത്തത്തിനൊരു മാറ്റമുണ്ടാകും, ഒരു അഴവ് വരുമെന്നാണ്. ശക്തമായ പിടുത്തത്തിൽ നിന്നൊരു മാർദ്ദവത്വം ലഭിക്കും. അങ്ങനെ ആ പിടുത്തത്തിൽ നിന്നുള്ള ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഏറ്റവും നല്ലത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യൽ തന്നെയാണ്. 9, സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ ധാരാളം കൊട്ടാരങ്ങൾ അല്ലാഹു തആല കൊടുക്കും. ഒരുപാട് വീടുകൾ. ദുനിയാവിൽ ഒരു വീട് തന്നെ പടുത്തുയർത്താൻ നമ്മൾ വല്ലാതെ പാടുപെടുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ ഒരു വീടല്ല, സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവന് ധാരാളം വീടുകളെയാണ് അല്ലാഹു തആല കൊടുക്കുക. 10ാമത്തെ പ്രത്യേകത, സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന വ്യക്തിക്ക് ധാരാളം നന്മകൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല ഒരുക്കി കൊടുക്കും. ധാരാളം നന്മ ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു തആല കൊടുക്കും. കാരണം തിന്മയിലെ ഭാഗത്തേക്ക് പോവാതെ നന്മ കൂടുതൽ ചെയ്യുന്ന വ്യക്തിയായി അദ്ദേഹം മാറും എന്നതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 11ാമത്തെ പ്രത്യേകത, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ നിത്യമായി ഓതുന്നൊരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ അയൽവാസിക്ക് കൂടി അതിൻ്റെ ഗുണം അല്ലാഹു തആല കൊടുക്കും. ഞാനാണ് ഓതുന്നതെങ്കിൽ എനിക്ക് മാത്രമല്ല അല്ലാഹു തരിക, എൻ്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് കൂടി അതിൻ്റെ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. അയൽവാസിയെ കൂടി അല്ലാഹു തആല ഏറ്റെടുക്കും ഇവൻ്റെ കാരണം കൊണ്ട്. അപ്പോൾ എൻ്റെ അയൽവാസിക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ച് ഓതാതിരിക്കുകയല്ല വേണ്ടത്. എൻ്റെ അയൽവാസി കൂടി കൂടുതൽ ഗുണങ്ങൾ ലഭിക്കട്ടെ ഞാൻ കാരണം എന്നൊരു ചിന്തയോടുകൂടി നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് നിത്യമായി പാരായണം ചെയ്യണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 12ാമത്തെ ഒരു നേട്ടം, ആഷൂറ ദിനത്തിൽ, എല്ലാ ദിവസവും ഓതുന്നതിനെ കുറിച്ചല്ല, ആഷൂറ ദിനം അഥവാ മുഹറം 10-ൻ്റെ അന്ന് 1000 പ്രാവശ്യം ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു കാരുണ്യത്തിൻ്റെ നോട്ടം അവനെക്കുള്ള ഉണ്ടാവും. ഓരോ ആഷുറ വരുമ്പോഴും, ഓരോ മുഹറം മാസം 10-ൻ്റെ അന്നും 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു കാവൽ, ഒരു തിരുനോട്ടം ഇവനിലേക്കുണ്ടാകും. ഇവനും ഇവൻ്റെ കുടുംബത്തിനൊക്കെ നല്ല സുഖമായൊരു ജീവിതം അള്ളാഹു തആല കൊടുക്കും. 13ാമത്തെ പ്രത്യേകത കാണുന്നത്, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഒരു മനുഷ്യൻ ഓതിപ്പോന്നാൽ, എല്ലാ നിസ്കാര ശേഷവും വേണം 10 തവണ ഓതണം. അങ്ങനെ ഓതിയാൽ സ്വർഗത്തിൽ അവൻ ഇഷ്ടപ്പെട്ട വാതിലിലൂടെ കടക്കാൻ കഴിയും. ഓരോ വിഭാഗം ആളുകൾക്കും ഓരോ വാതിലുകളാണ്. നിസ്കരിക്കുന്നവർക്കൊരു വാതിൽ, നോമ്പ് നിൽക്കുന്ന ആൾക്ക് റയ്യാൻ എന്നൊരു വാതിൽ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാതിലുകളുണ്ട്. 8ഓളം വാതിലുകൾ സ്വർഗത്തിനുണ്ട്. എന്നാൽ അതിൽ ഇവൻ ഏത് വാതിലൂടെയാണോ കടക്കാൻ ആഗ്രഹിക്കുന്നത്, ഓരോ വാതിലും ഓരോ പ്രത്യേകതയാണ്. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഓരോ പ്രത്യേകതയും ഉള്ളിലും ഉണ്ട്. VIP കളും ഒക്കെ അതിലുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ വാതിലിനും ഓരോ പ്രത്യേകതകളുണ്ട്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് നിത്യവും നിസ്കാരശേഷം 10 തവണ ഓതുന്ന ഒരു വ്യക്തിക്ക് അവൻ ഏത് വാതിലൂടെയാണോ കടക്കാൻ ആഗ്രഹിക്കുന്നത് ആ വാതിലൂടെ തന്നെ ഉള്ളിലേക്ക് പോകാനുള്ള അവസരം അല്ലാഹു തആല ചെയ്തു കൊടുക്കും. അത് വലിയൊരു പ്രത്യേകതയാണ്. 14ാമത്തെ പ്രത്യേകത, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പ്രത്യേകമായൊരു പരിഗണന ലഭിക്കുന്നു എന്നാണ്. അവൻ എന്ത് സുഖമാണോ അവിടെ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു തആല ചെയ്തു കൊടുക്കും. പ്രത്യേകമായൊരു ആഗ്രഹം, പ്രത്യേകമായൊരു ചാൻസ് അല്ലാഹു തആല അവന് കൊടുക്കും. സ്വർഗീയ സുന്ദരികൾ എത്ര വേണമെങ്കിലും അവൻ ആസ്വദിക്കാമെന്നാണ്. അതുപോലെ തന്നെ അവൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടോ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാത്ത അതിനേക്കാൾ പ്രത്യേകതയുള്ള ഒരു സ്ഥാനം അല്ലാഹു തആല സ്വർഗത്തിൽ അവന് വെച്ച് കൊടുക്കും. ഇതാണ് 14ാമത്തെ പ്രത്യേകത. 15ാമത്തെ പ്രത്യേകത കാണുന്നത്, നരകത്തിൻ്റെ മുകളിലൂടെ നാട്ടപ്പെട്ട സിറാത്ത് എന്ന പാലം നമുക്കറിയാം. മുടിയേക്കാൾ നേർമയും വാളിനേക്കാൾ മൂർച്ചയുള്ളതും താഴെ നരകത്തിൻ്റെ ചൂട് നരകത്തിന് ഏറെ മുകളിലൂടെ ഉള്ളതും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിറാത്ത് പാലത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ സിറാത്ത് പാലം മുറിച്ച് കടന്നെങ്കിലേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്നാൽ നിത്യമായി സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ഒരു വ്യക്തിക്ക് ആ പാലം നിഷ്പ്രയാസം കടക്കാനുള്ള വഴി അല്ലാഹു തആല ഒരുക്കി കൊടുക്കും, രക്ഷ കൊടുക്കും. ആ പാലത്തിന്മേൽ അവൻ നരകത്തിലേക്ക് വീണു പോവില്ല. വളരെ വേഗത്തിൽ പാലം വിട്ടുകിടക്കാനുള്ള ചാൻസ് അല്ലാഹു തആല കൊടുക്കുന്നു. ഇതാണ് 15ാമത്തെ പ്രത്യേകത.
16-ാമത്തെ പ്രത്യേകത, മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് അവന് ലഭിക്കും, ഒരു കാരുണ്യം ലഭിക്കും. മരണസമയത്ത് വെള്ളമില്ലാതെ നാവ് വരണ്ട് പ്രയാസപ്പെട്ട് വേദനാജനകമായ മരണം ഇതൊന്നും അവനുണ്ടാവില്ല. അവൻ നല്ലൊരു കാരുണ്യത്തിൻ്റെ മരണമാണ് ഉണ്ടാവുക. എല്ലാവരും കൊതിച്ചു പോകുന്നൊരു മരണം അവൻ അള്ളാഹു തആല കൊടുക്കും. ഇതാണ് 16. 17-ാമത്തെ പ്രത്യേകതയുള്ളത് സിഹർ, കണ്ണേറ്, ശത്രുശല്യം തുടങ്ങിയ ഒന്നും അവന് സംഭവിക്കില്ല എന്നാണ്. അതുപോലത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല കാവൽ കൊടുക്കും. അത് ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെ 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്നതാണ്. രാവിലെ 3 തവണ ഓതുകയാണെങ്കിൽ പകൽ സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ അവനുണ്ടാവില്ല. വൈകുന്നേര സമയത്താണ് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നെങ്കിൽ വൈകുന്നേര സമയത്ത് ഇത്തരം പ്രയാസങ്ങൾ, രാത്രി സമയത്ത് ഇത്തരം പ്രയാസങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവൻ രക്ഷ ലഭിക്കാനുള്ള ഏറ്റവും നല്ല ഒരു പോയിൻ്റാണ് ഈ പറയുന്നത്. 18-ാമത്തെ നല്ലൊരു പ്രത്യേകത എന്താണ്? സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. നിത്യവും സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന വ്യക്തിക്ക് ദാരിദ്ര്യം വരികയില്ല. സമ്പത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അവൻ്റെ ആവശ്യത്തിന് ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുകയില്ല. സാമ്പത്തികമായ നല്ല അഭിവൃദ്ധി അവൻ്റെ ജീവിതത്തിൽ വരും. ഇനി അവസാനത്തെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം. അതാ 19 പറയണമെന്ന് പറഞ്ഞത്. 19-ാമത്തെ പ്രത്യേകത ധാരാളമുണ്ട്, അതൊക്കെ മറ്റൊരു സമയത്ത് നമുക്ക് പറയാം. 19-ാമത്തെ പ്രത്യേകത എന്നുള്ളത് മഹ്ശറയിൽ വലിയ സഹായം അവനുണ്ടാകും. സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവന് ഒരുപാട് സഹായങ്ങൾ മഹ്ശറയിലുണ്ടാകും. മഹ്ശറ ആ വേദനാജനകമായ നൃത്തങ്ങൾ, അതുപോലെ ആ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു അവസ്ഥ, അതിനൊക്കെ ഒരുപാട് മാറ്റം ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ്റെ ആ ഒരു സമയത്തുണ്ടാകും. പ്രത്യേകമായൊരു സഹായം അല്ലാഹു തആല കൊടുക്കും. ഇങ്ങനെ 19 വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന വ്യക്തിക്ക് കൊടുക്കുമെന്ന് മഹാന്മാർ വിശദീകരിച്ചത് കാണാം. തഫ്സീർ സാവിയിൽ, ഇബ്നു കസീർ, ഖുർത്തുബി, അദ്കാർ, ബുഖാരി, തുർമദി, ജാമി സഗീർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹദീസിൻ്റെ കിതാബിൽ വന്ന വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ആ കിതാബുകൾ പരതിയാൽ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇഖ്ലാസ് നിത്യമായി കഴിവിൻ്റെ പരമാവധി ഓതാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന ദുആ ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് 1,00,000 തവണ ഓതിയാൽ ലഭിക്കുന്ന ഒരു പ്രത്യേകത മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് പറയാം. നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.